ചാലക്കുടിയിലെ ഷീലാ സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസ് അതിലെ പ്രതി ലിവിയ കഴിഞ്ഞ ദിവസമാണ് പോലീസിന്റെ പിടിയിലായത്. ആ ലിവിയ ജോസിനെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പുലർച്ചെ പ്രതിയെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചു. ലിവിയയെ കൊടുങ്ങല്ലൂർ DYSP ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തിലെ ഉദ്യോഗസ്ഥർ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ലെവിൻ കെ വിജയനുണ്ട് നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഈ പ്രതി മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് SITയുടെ പിടിയിലാകുന്നത്. ഇപ്പോൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നടപടിക്രമങ്ങൾ, വിവരങ്ങൾ എങ്ങനെയൊക്കെ? ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മുംബൈയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനത്താവളത്തിൽ ലിവിയ ജോസുമായി SIT സംഘം കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പ്രതിയെ പുലർച്ചെ 3:20 കൊടുങ്ങല്ലൂർ DYSP ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു. കേസ് അന്വേഷിക്കുന്ന കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ ഓഫീസിലേക്കാണ് പ്രതിയെ എത്തിച്ചത്. നേരത്തെ തന്നെ ഈ കേസിലെ മുഖ്യ ആസൂത്രകയും പ്രതിയുമായ ലിവിയ ജോസിനെ കുറിച്ച് പോലീസിനും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. നാരായണദാസ്, ഈ കേസിലെ മുഖ്യ പ്രതിയായ നാരായണദാസിനെ പോലീസ് വട്ടമിട്ട് പറന്ന സമയത്ത് തന്നെ ദുബായിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇവർ അവിടെ ഒളിവിൽ കഴിയാമെന്നുള്ള ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോയത്. പക്ഷേ നാരായണദാസിനെ SIT സംഘം കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് നാരായണദാസിനെ ചോദ്യം ചെയ്തപ്പോൾ ലിവിയയുടെ കേസിലെ പങ്ക് വ്യക്തമാവുകയും ചെയ്തതോടുകൂടി ലിവിയയുടെ പാസ്പോർട്ട് അടക്കം റദ്ദാക്കുന്നതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വന്നു. ഇതിനുവേണ്ടി കോടതിയിൽ അപ്പീൽ നൽകി. അതെല്ലാം നടക്കുമ്പോഴാണ് തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലിവിയ ജോസ് വീണ്ടും ദുബായിൽ നിന്നും കേരളത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിരുന്നു. ഈ സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഇമിഗ്രേഷൻ അധികൃതർ എയർപോർട്ടിൽ വെച്ച് തന്നെ ഈ യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും കേരള പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവർ യാത്ര തിരിച്ചാണ് ഇന്നലെ മുംബൈ പോലീസിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ കേരളത്തിൽ എത്തിച്ച പ്രതിയെ അല്പസമയങ്ങൾക്കകം കൊടുങ്ങല്ലൂർ DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ കേസിലെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. ഈ മറനീക്കി സത്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. ഓക്കെ ലെവിൻ, ഒരു ചെറിയൊരു കുടുംബ തർക്കമാണ്. ആ കുടുംബ തർക്കമാണ് ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് കലാശിച്ചത്. 2023 മാർച്ച് 27 നടന്ന സംഭവം ഒരു വ്യാജ ലഹരി കേസ്. കുടുംബ തർക്കത്തിന് പിന്നാലെ ഉണ്ടായത് ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റഡ് ലഹരി കേസ്. ആ ലഹരി കേസിൽ പിന്നീട് പോലീസ് അന്വേഷണം വരുന്നു. ഷീലാ സണ്ണി 10-75 ദിവസത്തോളം അവർ ആ ജയിലിൽ ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കഴിയേണ്ടി വരുന്നു. ഒടുവിൽ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. നാട്ടിലെത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ മറന്നീക്കി എത്രയും വേഗം പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.